രജിസ്ട്രേഷൻ വകുപ്പിൽ അശാസ്ത്രീയമായി ഓൺലൈൻ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിനെതിരെ ആധാരമെഴുത്തുകാർ 3 ദിവസം തുടർച്ചയായി നടന്ന പണിമുടക്ക് 2ാം ദിവസത്തിലേക്ക് കടന്നു. തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച നടന്ന ധർണ സ്റ്റാമ്പ് വെൻഡേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NV ഗോപിനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ സമരം ആധാരമെഴുത്തുകാർ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളം ഇങ്ങോളമുള്ള ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ ഇന്ന് സമരം ചെയ്യാത്ത ഒരു വിഭാഗം ജനങ്ങളുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ പത്രം തന്നെ എടുത്ത് നോക്കിയപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ അവരുടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആനുകൂല്യം, ശമ്പളം സാധാരണ ക്രിസ്മസിന് മുമ്പായിട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ ഈ വർഷം സർക്കാരിൻ്റെ ഖജനാവ് കാലിയായതിനെ തുടർന്ന് 25% ശമ്പളം മാത്രം മുൻകൂട്ടി കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് കേരളത്തിലെ ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ജില്ല, ഇടുക്കി ജില്ല, ഇപ്പോൾ കസ്തൂരിരംഗൻ്റെയും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ എല്ലാം പേരിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരു സമരത്തിൻ്റെ പാതയിലാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും പ്രദേശങ്ങളിലെ ആൾക്കാർ ഈ ഹൈറേഞ്ച് മേഖലകളിലെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന പ്രദേശത്തെ യൂണിറ്റ് പ്രസിഡന്റ് പീറ്റർ ഇഗ്നേഷ്യസ്, സന്തോഷ് അറയ്ക്കൽ, സെക്രട്ടറി R രാജു, ജോയിന്റ് സെക്രട്ടറി KG ഷീല, NG വിജയകുമാർ, MV ചന്ദ്രശേഖർ നായർ, PK മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു.